നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഭജനം എന്ന് പറയുന്ന അക്ഷര വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്തി എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള വിഷയം. അതിനോട് ചേർന്ന് വരുന്നതിനാലാണ് ഭജനം എന്ന് പറയുന്നത് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഭജനം എന്ന് പറയുമ്പോൾ ഭക്തിയുടെ മുന്നിൽ കൂട്ടിച്ചേർത്ത അതേ പദം നമ്മളിവിടെ ചേർക്കുകയാണ്. അക്ഷര ഭജനം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥതലം കൃത്യമാവുള്ളൂ. ഭജനം എന്ന് പറയുന്നത് നമ്മളുടെ ഭാരത സംസ്കാരത്തിൻ്റെ സംസ്കൃതികളുടെ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഭജനം എന്ന് പറയുന്നത്. അക്ഷര ഭജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ ഭജനം നടക്കുന്നുണ്ട്. യുഗങ്ങളായി ഭാരതത്തിൽ ഭജനം നടക്കുന്നുണ്ട്. അക്ഷരഭജനം നടക്കുന്നുണ്ട്. ഇത് അക്ഷരത്തെയാണ് ഭജിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഭജനം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന രൂപത്തിൽ ഉള്ളിൽ തെളിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അക്ഷരഭജനം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാൻ ഉള്ളിൽ തെളിച്ചം വരും അക്ഷരഭജനം എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ അക്ഷരഭജനത്തിൽ നമുക്ക് ഭജിക്കുന്നത് ഏകമായ അക്ഷരത്തെയാണ്, ഒരേ ഒരു അക്ഷരത്തെയാണ്, അഥവാ ഓംകാരത്തെയാണ്. ഓമിതി അക്ഷര എന്ന് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഓംകാരത്തെ ഭജിക്കലാണ്, ഓംകാരം എന്ന് പറയുന്ന അക്ഷരത്തെ ഭജിക്കലാണ് ഭജനം എന്ന് പറയുന്നത്, അക്ഷരഭജനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അദ്വൈത ഭജനം കൂടിയാണ്, അദ്വൈതത്തെ ഭജിക്കലാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭജനമായിരിക്കുമ്പോൾ, ഭജനമായിരിക്കേണ്ടുന്നപ്പോൾ അതിൻ്റെ വിപരീതമാണ് വിഭജനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭാരതം ഏകമാണ് അക്ഷരം പോലെ. ഈ ഭാരതത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത് ഭാരതീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിഭജനം എന്ന് പറയുന്നത് ഭാരതത്തിലില്ലാത്തതാണ്, അഭാരതീയമാണ്. എന്തുകൊണ്ട് നമ്മൾ ഭജനത്തിൻ്റെ ഒപ്പം വിഭജനം പറയുന്നു? കാരണം അർത്ഥതലങ്ങൾ മനസ്സിലാക്കാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോഗത്തിൽ വരുത്താൻ സാധ്യമല്ല. അപ്പോൾ നമ്മളുടെ ഭാരതത്തെ വിഭജിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് അർത്ഥരഹിതമായ, അഭാരതീയമായ വഞ്ചനകൾ ഉപയോഗിച്ചാണ് നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വരണം. ഭജനം ഭാരതീയമാകുമ്പോൾ അതിൻ്റെ വിപരീതമായ വിഭജനം അഭാരതീയമാണ് എന്ന് മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ എല്ലാം തന്നെ അക്ഷര അധിഷ്ഠിതമായിരിക്കെ, അക്ഷരത്തിൻ്റെ അർത്ഥമായിരിക്കെ, അക്ഷരത്തിൻ്റെ അർത്ഥവിശദീകരണമായിരിക്കെ
വിഭജനം എന്ന് പറയുന്നത് കൊണ്ടുവരണമെങ്കിൽ അഭാരതീയമായവ ഭാരതത്തിൽ കൊണ്ടുവരണം. അഥവാ അക്ഷരമല്ലാത്തതിന്, ക്ഷരമാകുന്നതിന്, അനർത്ഥത്തെ ഭാരതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ വിഭജനം സാധ്യമാകുകയുള്ളൂ. ഭാരതീയ ഭാഷകളിൽ അർത്ഥമില്ലാത്തതിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഭാരതത്തിൽ വിഭജനം ഭാരതീയന്റെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാരതീയ മനസ്സുകളെ വിഭജിക്കാൻ സാധ്യമല്ല. ഇത് അടിസ്ഥാന തത്വമാണ്. ഇപ്പൊ ഭാരതത്തിൽ വിഭജനം കൊണ്ടുവന്നിട്ടുള്ളത് ഭാരത ഭാഷകളിൽ അർത്ഥമില്ലാത്തവ ഉപയോഗിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് റിലിജൻ മതമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ അക്ഷരത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് മതം എന്ന് പറയുന്ന അഭിപ്രായം, ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ റിലിജൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല ഭാരതീയ ഭാഷയിൽ. അപ്പോൾ റിലിജൻ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ റിലിജൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുള്ളത് അർത്ഥമില്ലാത്ത അനർത്ഥമായിരിക്കെ, അത് അഭാരതീയമായിരിക്കെ, അത് വിഭജനത്തിന് കളമൊരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാരതത്തിൽ അർത്ഥമില്ലാത്തവയാണ് ഈ പറഞ്ഞ റിലിജൻ എന്ന് പറയുന്നതും, ഇംഗ്ലീഷ് എന്ന് പറയുന്ന അഭാരതീയ അനർത്ഥത്തിൽ കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ഹിന്ദു അടക്കമുള്ള ഭാരതത്തിൽ അർത്ഥമില്ലാത്ത അനർത്ഥങ്ങൾ. ഇതുപോലെ തന്നെ വിഭജനത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വേറൊരു ആസുരമായ തട്ടിപ്പാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ഇതിനും ഭാരതീയമായ ഭാഷയിൽ അർത്ഥമില്ല. അതായത് ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ലാത്തവ ഉപയോഗിച്ചാൽ മാത്രമേ വിഭജനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് അർത്ഥമില്ലാത്ത പുലയാട്ടുകളിൽ മനുഷ്യ മനസ്സുകളിലേക്ക് വിഭജനം കൊണ്ടുവരുന്നത്. അക്ഷരഭജനത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ, ഭാരതീയൻ പ്രവേശിക്കുമ്പോൾ, മലയാളി പ്രവേശിക്കുമ്പോൾ അവനെ വിഭജിക്കാൻ ഈ പ്രപഞ്ചത്തിലൊന്നിനും സാധ്യമല്ല. ഭാരതീയനെ വിഭജിക്കാനൊന്നിനും സാധ്യമല്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് വിഭജിക്കണമെങ്കിൽ അക്ഷരത്തെ എടുത്തു മാറ്റി അക്ഷരമെന്ന് പറഞ്ഞ് അക്ഷരത്തെ കൊണ്ടുവന്ന് വെച്ച് അനർത്ഥത്തെ, അർത്ഥരാഹിത്യത്തെ ഭാരതീയന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതം ഇന്ത്യ അല്ല, ഹിന്ദു ഭാരതീയനല്ല, റിലിജൻ മതമല്ല. മതമെന്ന് പറഞ്ഞാൽ അക്ഷര അധിഷ്ഠിതമാണ്. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ്, അദ്വൈതമാണ്, വിശിഷ്ടാദ്വൈതമാണ്, ശാക്തേയമാണ്, വൈഷ്ണവമാണ്, ചർവാകമാണ്, ശൈവമാണ്, സംഖ്യമാണ്. അങ്ങനെ യഥേഷ്ടം മതങ്ങളാണ്. ഇതിലൊന്നും നിങ്ങൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദുവും ഇതൊന്നും വരുന്നില്ല. ഇപ്പൊ ഭാരതീയ മതം എന്ന് പറയുന്നത് അക്ഷര അധിഷ്ഠിതമായിരിക്കെ, അർത്ഥം നൽകുന്നതായിരിക്കെ. അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ എന്താണോ വേണ്ടത് അത് നൽകുന്നതായിരിക്കെ, അർത്ഥത്തെ എടുത്തു നീക്കി കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നതിനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നവർ അക്ഷരത്തെ മറച്ച് വിഭജനത്തെ കൊണ്ടുവന്നു വെച്ചു. ഇപ്പൊ ഭാരതീയർക്ക്, മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താണ്? അക്ഷരഭജനത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഭജനം ഇത്രയും
വേരിറങ്ങിയിട്ടുള്ളത്. നാമഭജനം, അതും നമ്മൾ ഹനുമാന്റെ കാര്യത്തിൽ, നമ്മൾ ഭക്തിയുടെ കാര്യത്തിലും വന്നപ്പോൾ പറഞ്ഞാണ്, നാമത്തെ ഭജിക്കുക, അത് അക്ഷരനാമത്തെ ഭജിക്കുക. ഗണപതിയെ ഭജിക്കുകയാണെങ്കിലും, സരസ്വതിയെ ഭജിക്കുകയാണെങ്കിലും, വിഷ്ണുവിനെ ഭജിക്കുകയാണെങ്കിലും അവയെല്ലാം അക്ഷരനാമങ്ങളാണെന്ന് മനസ്സിലാക്കുക. ശിവനെ ഭജിക്കുകയാണെങ്കിലും അക്ഷരനാമമാണെന്ന് മനസ്സിലാക്കി ഭജിക്കുക. അക്ഷരനാമത്തെ ഭജിക്കുന്നവർ ഒരു കാലത്തും വിഭജിക്കപ്പെടുകയില്ല. ഈ അക്ഷരത്തെ മാറ്റി ക്ഷരത്തെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമാണ് ഭാരതത്തിൽ വിഭജനം നടപ്പാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അക്ഷരത്തിൻ്റെ ഭജനത്തിലേക്ക് മലയാളിയും ഭാരതീയനും മടങ്ങിയെത്തുമ്പോൾ വിഭജനം എന്ന് പറയുന്ന ആസുര തട്ടിപ്പ് അപ്രത്യക്ഷമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നന്ദി, നമസ്കാരം.